ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. LDC പരീക്ഷയ്ക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബയോളജിയിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടണം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുമ്പോൾ പരീക്ഷയുടെ ട്രെൻഡ് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്ന പ്രസ്താവനയിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതാണ് എന്ന് എഴുതുക. B2 വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം, അതുപോലെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനിക്ക് അരി ഉപയോഗപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. അടുത്ത അഞ്ചാമത്തേത് ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഓപ്ഷൻസ് നോക്കിക്കോ. ഓപ്ഷൻ എ 2, 4, 5, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 1, 2, 5, ഓപ്ഷൻ ഡി 2, 3, 4. തൊട്ടു മുമ്പേ നടന്ന ഒരു പ്രസന്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മളെല്ലാവരും പഠിച്ചു വയ്ക്കുന്നത് ബെറിബെറി എന്ന് പറയുന്ന ഒരു അസുഖം, വിറ്റാമിൻ B1ന്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്നൊരു പോയിന്റ് ഒഴിച്ച് ഭൂരിഭാഗം ആൾക്കാരും മറ്റൊരു പോയിന്റും പഠിച്ചു വെക്കാറില്ല എന്നതാണ് വാസ്തവം. പക്ഷെ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് 5 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓരോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഓപ്ഷൻ ഒന്നാമത്തത് B2 വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്, അല്ല B1 വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2, തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, അതെ B1ന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 3, ശിശുക്കളിലും ചെറിയ കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകാഹാര വൈകല്യം. അപ്പൊ ബെറിബെറി എന്ന് പറയുന്നത് ബാധിക്കുന്നത് ആരെയൊക്കെ എന്ന് ചോദിച്ചാൽ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ബെറിബെറി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മുതിർന്നവരെ എടുത്ത് പറയാത്തത് കൊണ്ട് തന്നെ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഇവിടെ തെറ്റാണ്. ഇനി അടുത്ത 4ാമത്തെ പോയിന്റ് നോക്കിക്കോടാ. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. കറക്റ്റ് തന്നെയാണ്. കാരണം ഈ ബെറിബെറി എന്ന് പറയുന്ന അസുഖം യൂറോപ്യൻ കൺട്രീസിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്ന സമയത്ത് കാസിമർ ഫങ്ക് എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: ഭക്ഷണത്തിൽ നിന്നും സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം കിട്ടാതെ വന്നതാണ് ബെറിബെറിക്ക് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്: വ്യവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരുന്ന അരിയെ പോളിഷ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ മേഖലകളിൽ ബെറിബെറി വരാൻ തുടങ്ങിയത് എന്നത്. അതുകൊണ്ട് തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, അതുപോലെ മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെറിബെറി ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിന്റെ ഹൃദയത്തെയും നാഡികളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ബെറിബെറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാഡിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ന്യൂറൈറ്റിസ് പറയാം, പക്ഷാഘാതം പറയാം, അതുപോലെ നിങ്ങൾക്ക് ഹൃദയസ്തംഭനം ബെറിബെറിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നീ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് 5ാമത്തെ സ്റ്റേറ്റ്മെന്റിനെയും സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. മറ്റൊരു പോയിന്റ്, പോളിന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, കോഴിയിൽ വരുന്നതാണ്. അപ്പോൾ കോഴിയിൽ വരുന്ന പോളിന്യൂറൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം, അത് കോഴിയുടെ B1ന്റെ അപര്യാപ്തത രോഗമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. അപ്പൊ ആ ഒരു പോയിന്റ് പഠിച്ചു വെച്ചിരുന്നാൽ ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ടും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 5ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നോക്കടാ, ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന രീതി കണ്ടോ. വിറ്റാമിനിൽ നിന്നും എല്ലാ പരീക്ഷയ്ക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പക്ഷേ ഇനിയുള്ള പരീക്ഷകളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വരുന്ന പരീക്ഷകളിൽ, കുറെ നാളായി വരുന്ന പരീക്ഷകളിൽ ഒരൽപ്പം ടഫോട് കൂടിയ സാധനങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത എന്ത്? ഓപ്ഷൻ എ ആന്റിജനായ AB എന്നിവ കാണുന്നു. ഓപ്ഷൻ ബി ആന്റിജൻ A മാത്രം കാണുന്നു. ഓപ്ഷൻ സി ആന്റിബോഡിയായ AB എന്നിവ കാണുന്നു. ഓപ്ഷൻ ഡി ആന്റിബോഡി A മാത്രം കാണുന്നു. താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിച്ച ശരിയായ വസ്തുതയാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മുടെ ശരിയായ വസ്തുത എന്ന് പറയുന്നത് എന്താണടാ? ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ആന്റിബോഡിയായ AB എന്നിവ കാണുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ രക്തഗ്രൂപ്പുകൾ എങ്ങനെയാണ് അവർക്ക് പേര് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ രക്തഗ്രൂപ്പിലെ ആന്റിജന്റെ പേരാണ്
ആ രക്തഗ്രൂപ്പിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു രക്തഗ്രൂപ്പിന്റെ പേര് ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ ആന്റിജൻ എ ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ ആന്റിജൻ ബി ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണ് എങ്കിൽ ആന്റിജൻ എ ബി ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണെങ്കിൽ ഒ അല്ലെങ്കിൽ 0 എന്ന് പറയാം. ഒ ആണെങ്കിൽ അവിടെ ആരില്ല, ആന്റിജനുകൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ 0. ആ ഒരു കണക്കിൽ നമ്മൾ അവിടെ ഒ കൊടുത്തു. അങ്ങനെ ചിന്തിച്ചാൽ മതി. ക്ലിയർ ആണോ? അപ്പോ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ ആന്റിജൻ എ ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ ആന്റിജൻ ബി ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണെങ്കിൽ ആന്റിജൻ എയും ബിയും ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് ഒ അല്ലെങ്കിൽ 0 ആണെങ്കിൽ ആന്റിജൻ എയും ഇല്ല ബിയും ഇല്ല. പക്ഷെ അവിടെ എന്ത് കാണും? ആന്റിജൻ എയും ബിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡിയായ എയും ബിയും കാണുന്നു എന്ന് മനസ്സിലാക്കുക. ഓരോ ആന്റിബോഡി എന്ന് പറയുന്നത് എപ്പോഴും ഇതിന്റെ ഓപ്പോസിറ്റേ കാണുള്ളൂ. അപ്പോൾ ആന്റിജൻ എയും ബിയും ഓയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓയിൽ എന്ത് കാണും? ആന്റിബോഡിയായ എയും ബിയും കാണും എന്നത് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർത്തു വച്ചിരിക്കുക, ഒരു ബ്ലഡ് ഗ്രൂപ്പ് രക്തഗ്രൂപ്പ് എങ്ങനെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ബ്ലഡ് ഗ്രൂപ്പിനെ അനുമാനിക്കുന്നു എന്ന് ചോദിച്ചാൽ RBCയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന എ എന്നും ബി എന്നും പറയുന്ന ആന്റിജനുകളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളെ രക്തഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നത്, തരംതിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ ഈ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ് എന്ത് കണ്ടെത്തിയത്? ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത് കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ്. അതുപോലെ രക്തം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാറില്ലേ? അത് നമുക്ക് RH ഫാക്ടർ എന്ന് പറയും. RH ഫാക്ടർ ഉള്ളതിന് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നും RH ഫാക്ടർ ഇല്ലാത്തതിന് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നുമാണ് നമ്മൾ അറിയപ്പെടുന്നത്. വൻകുടലിൽ താമസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വൻകുടലിൽ താമസിക്കുന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിന്റെ പേരാണ് വിറ്റാമിൻ കെ അല്ലെങ്കിൽ ജീവകം കെ എന്ന് പറയുന്നത്. ജീവകം കെയുടെ പേര് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും പഠിച്ചു വെക്കുന്ന ഒരു പേരുണ്ട് ഫില്ലോക്വിനോൺ എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റൊരു പേര് കൂടി ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. വിറ്റാമിൻ കെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, അല്ലെ? അപ്പൊ രക്തം കട്ടപിടിക്കാനായി മെനക്കെട്ട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് വിറ്റാമിൻ കെയ്ക്ക് നമുക്കൊരു പേര് കൊടുക്കാം, ഫൈറ്റോ മെനാഡിയോൺ എന്നൊരു പേര് കൊടുക്കാം. അപ്പൊ രക്തം കട്ടപിടിക്കാനായി മെനക്കെട്ട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കവരെ വിളിക്കാവുന്ന പേരാണ് ഫൈറ്റോ മെനാഡിയോൺ എന്ന് പറയുന്നത്. അപ്പൊ വിറ്റാമിൻ കെയുടെ പേര് ഫൈറ്റോ മെനാഡിയോൺ എന്നാണ്. വിറ്റാമിൻ കെയിൽ K1 എന്നും K2 എന്നും രണ്ട് പോർഷൻ ഉണ്ട്, രണ്ട് ഭാഗമുണ്ട്. K1ന്റെ പേരാണ് ഫില്ലോക്വിനോൺ എന്ന് പറയുന്നത്. K2ന്റെ പേര് മീനോക്വിനോൺ. നമ്മുടെ മോഹൻലാൽ ഒരു സിനിമയിൽ മീനുക്കുട്ടി എന്ന് വിളിക്കും, ആ മീനുക്കുട്ടി ആലോചിച്ചാൽ മതി. K2ന്റെ പേര് മീനോക്വിനോൺ എന്നാണ്. K1ന്റെ പേര് ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ കാണപ്പെടുന്നത് സസ്യങ്ങളിലാണെന്ന് മനസ്സിലാക്കുക. K2ന്റെ പേര് മിനോക്വിനോൺ. മിനോക്വിനോൺ കാണപ്പെടുന്നത് ജന്തുക്കളിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ K1ന്റെ പേര് ഫില്ലോക്വിനോൺ ആണ്, K2ന്റെ പേര് മിനോക്വിനോൺ ആണ്. വിറ്റാമിൻ കെക്ക് നമ്മൾ ഇന്നൊരു പേര് പുതിയത് പഠിച്ചു, ഫൈറ്റോ മെനാഡിയോൺ എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ വിറ്റാമിൻ കെയുടെ രണ്ട് അപര്യാപ്തത രോഗം കൂടി ഞാനിവിടെ പറയാം. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത ഒന്ന് ഹീമോഫീലിയ ആണ്. അതുപോലെ മറ്റൊരെണ്ണം നവജാത ശിശുക്കളിലെ ഹെമറേജിക് ഡിസീസ് എന്ന് പറയും. വിറ്റാമിനുകളിൽ നിന്നും ഇപ്പൊ ചോദിക്കുന്ന ഒരു ട്രെൻഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നവജാത ശിശുക്കൾ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളുമായിട്ട് ബന്ധപ്പെട്ട വിറ്റാമിനുകളുടെ അപര്യാപ്തത ചോദിച്ചു വരുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത നവജാത ശിശുക്കളിൽ ഹെമറേജിക് ഡിസീസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നവജാത ശിശുക്കളിലെ ഹെമറേജിക് ഡിസീസിന് കാരണമാകുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ കെ ആണ്. അതുപോലെ തന്നെ ആന്റി ഹെമറേജ് വിറ്റാമിൻ എന്ന് ചോദിച്ചാലും അവിടുത്തെ ഉത്തരം വിറ്റാമിൻ കെ തന്നെയാണ്. മക്കളെ പഠിച്ചു വെക്കണേടാ. ആന്റി ഹെമറേജ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ കെ ആണ്. നവജാത ശിശുക്കളിലെ ഹെമറേജിക് ഡിസീസിന് കാരണം വിറ്റാമിൻ കെ ആണ്. അതുപോലെ ഹീമോഫീലിയ, രക്തം കട്ടപിടിക്കാത്ത ഒരു അവസ്ഥയാണ് ഹീമോഫീലിയ. ആ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയായ ഹീമോഫീലിയക്ക് കാരണം ആര് എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം ഏത് വിറ്റാമിൻ ആണടാ? വിറ്റാമിൻ കെ ആണ് എന്നത് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, അതുപോലെ മലനിരകൾ. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെ?
എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ എന്ന് നമ്മൾ വിളിക്കുന്നത് സസ്യങ്ങളെയാണ്, അല്ലെ? ജീവമണ്ഡലം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലമുണ്ട്, അതുപോലെ അന്തരീക്ഷമുണ്ട്, സമുദ്രത്തിന്റെ അടിഭാഗമുണ്ട്. ഇതൊക്കെ കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഈ ഭാഗങ്ങളെല്ലാം വ്യാപിച്ചു കിടക്കുന്നതാണ് ജീവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ സസ്യങ്ങളാണ്. എന്താണ് ജീവമണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഉപരിതലമുണ്ട്, അന്തരീക്ഷമുണ്ട്, സമുദ്രത്തിന്റെ അടിഭാഗം, ഇതെല്ലാം ജീവമണ്ഡലത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ബയോസ്ഫിയറിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ജീവലോകത്തിലെ പ്രാഥമിക ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ആരാണ്? സൂര്യനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജീവമണ്ഡലത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സൂര്യനാണ് എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? അതുപോലെ ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള PYQ ആണ്. ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം മനസ്സിലാക്കി പഠിക്കണേ. ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം ആണ്. ശ്രദ്ധിച്ചു പഠിച്ചോ. ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം ആണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥക്കകത്ത് 2 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ജീവിയ ഘടകങ്ങളും രണ്ടാമത്തത് അജീവീയ ഘടകങ്ങളും. പഠിച്ചു വെച്ചോ. ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന 2 വിഭാഗമാണ്. ഒന്ന് ജീവീയ ഘടകവും 2 അജീവീയ ഘടകവും. ഈ മേഖലയിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുള്ള രീതി എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ജീവിയ ഘടകം ഏത് അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ അജീവീയ ഘടകം ഏത് എന്ന രീതിയിൽ ചോദ്യമുണ്ട്. നമ്മുടെ മണ്ണ്, അതുപോലെ വായു, അതുപോലെ നമ്മുടെ പ്രകാശം, ഇങ്ങനത്തെ നമ്മുടെ ജീവനില്ലാത്ത ആ ഒരു വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഭൂമിയിലുള്ള, അതിനെയാണ് നമ്മൾ അജീവീയ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. വെള്ളം, അതുപോലെ മണ്ണ്, ആ അത്തരം സംഭവം, വായു, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അജീവീയ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. ജീവീയ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്ന പോയിന്റ് കൂടി അവിടെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന എഴുതുക. ഓപ്ഷൻ എ ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഓപ്ഷൻ ബി ഫൈലേറിയം വിരയാണ് ഇതിന് കാരണം. ഓപ്ഷൻ സി മലിനജലത്തിലൂടെയാണ് ഇത് വ്യാപിക്കുന്നത്. ഓപ്ഷൻ ഡി രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനയാണ് പിള്ളേരെ ചോദിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ്, ഫൈലേറിയം വിരയാണ് കാരണം, മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു, രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു. ശ്രദ്ധിക്കണേ. ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണോ? ആണ്. ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗം തന്നെയാണ്, അല്ലെ? കറക്റ്റ് പറഞ്ഞാൽ കരളിനുണ്ടാവുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കരൾ വീക്കം എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഫൈലേറിയം വിരയാണ് ഇതിന് കാരണം. ഹെപ്പറ്റൈറ്റിസിന് കാരണം ഫൈലേറിയം വിരകളല്ല. ഫൈലേറിയം വിര നമ്മൾ പഠിക്കുന്നത് മന്ദരോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഫൈലേറിയം വിരകളെ പഠിക്കുന്നത് എന്നത് ഓർക്കുക. അപ്പൊ മന്ദരോഗവുമായി ബന്ധപ്പെട്ടതാണ് ഫൈലേറിയം വിരകൾ. മന്ത് പരത്തുന്ന കൊതുക് ക്യൂലെക്സ് കൊതുകാണ്. ആ ഒരു പോയിന്റ് ജസ്റ്റ് അവിടെ ഓർത്തു വെച്ചിരിക്കുക. കാരണം അതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് വരുന്ന ചില മേഖലകളാണ്. ഇനി 3, മലിനജലത്തിലൂടെ ഇത് വ്യാപിക്കുന്നു. ശരിയാണ്. നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് മലിനജലവും ആഹാരവും അതുപോലെ രോഗിയുടെ രക്തത്തിൽ നിന്നൊക്കെ വരാം, അതുപോലെ വിസർജ്ജ വസ്തുക്കൾ, ഇതിൽ നിന്നൊക്കെ രോഗം പകരാം. അപ്പൊ മലിനജലത്തിലൂടെയും മലിനമായ ആഹാരത്തിലൂടെയും ഒരു രോഗിയുടെ ഘടകങ്ങളിലൂടെയും അതുപോലെ വിസർജ്ജ വസ്തുക്കളിലൂടെയും ഒക്കെ എന്ത് പകരാം? നമുക്ക് ഹെപ്പറ്റൈറ്റിസ് പകരാം. അപ്പൊ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു എന്നൊരു പോയിന്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കരള് പിത്തരസത്തെ ഉൽപ്പാദിപ്പിക്കും. പിത്തരസത്തിലെ വർണ്ണകത്തിന്റെ പേരാണ് ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകം. അപ്പൊ കരൾ പിത്തരസത്തിന്റെ ഉൽപാദനം തടസ്സപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബിലിറൂബിന്റെ അളവ് കൂടും. അങ്ങനെ കൂടുന്ന ബിലിറൂബിൻ നമ്മുടെ നഖത്തിലും അതുപോലെ കണ്ണിന്റെ വെള്ളകളിലും അതുപോലെ ശ്ലേഷ്മ സ്തരത്തിലുമൊക്കെ വന്ന് അടിഞ്ഞുകൂടി അവിടെ കടും മഞ്ഞ നിറമാകുന്ന ഒരു അവസ്ഥ, അതിൽ നിന്നാണ് അല്ലെങ്കിൽ അതാണ് ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസിന്റെ ബാഹ്യമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. എങ്ങനെ? അതായത് നിന്റെ കരള് പിത്തരസത്തെ ഉൽപ്പാദിപ്പിക്കും. പിത്തരസത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഒരു വർണ്ണകമാണ് ബിലിറൂബിൻ എന്ന് പറയുന്ന വർണ്ണകം. ഈ ബിലിറൂബിൻ കരൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് ബിലിറൂബിൻ ശരീരത്തിൽ അതിന്റെ അളവ് കൂടുന്നു. ഈ കൂടുന്ന ബിലിറൂബിൻ എന്ന് പറയുന്നത് നിന്റെ കണ്ണിന്റെ വെള്ളയിലും അതുപോലെ നഖങ്ങളിലും അതുപോലെ നമ്മുടെ ശ്ലേഷ്മ സ്ഥലത്തിലുമൊക്കെ വന്ന് അടിഞ്ഞുകൂടി അവിടെ കടും മഞ്ഞ നിറത്തിലാകുന്നു. ഇതാണ് ഈ അസുഖത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കരൾ സംബന്ധമായ രോഗമാണ്. കരൾ വീക്കം എന്നതാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. മലിനജലത്തിലൂടെയും അതുപോലെ മലിനമായ ആഹാരത്തിലൂടെയും വിസർജ്യ വസ്തുക്കളിലൂടെയും രോഗിയുടെ രക്തഘടകങ്ങളിലൂടെയും ഒക്കെ അസുഖം ബാധിക്കാൻ അല്ലെങ്കിൽ പകരാനുള്ള സാധ്യത ഉണ്ട്.
രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നത് നമ്മുടെ കണ്ണിലും അതുപോലെ നമ്മുടെ നഖത്തിലും ശ്ലേഷ്മസ്തരത്തിലുമൊക്കെ ഈ മഞ്ഞ അടിഞ്ഞുകൂടി, ബിലിറൂബിന്റെ നിറം മഞ്ഞയാണ്, അപ്പൊ ഈ മഞ്ഞ അടിഞ്ഞുകൂടി ഒരു മഞ്ഞ നിറത്തിൽ, കടും മഞ്ഞ നിറത്തിൽ കാണുന്നു എന്നതാണ് ഇതിന്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് തൊണ്ടമുള്ള്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഫാറ്റി ലിവർ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഹൃദയാഘാതം, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അമിത രക്തസമ്മർദ്ദം. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണ്. അനാരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടർന്നാൽ അതിന്റെ പിറകെ വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീവിതശൈലി രോഗം എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് തൊണ്ടമുള്ള് എന്ന് പറയുന്ന ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖമാണ് ഒരു ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. ഇനി ഒരു പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു POQ ഉണ്ട്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2005 ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി. ശ്രദ്ധിച്ചു പഠിക്കണേ. ഒരു LGSന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 2005 മനസ്സിലാക്കണം. ഓക്കെ ആണോ? ഇനി ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകാം. മദ്യപാനം, അതുപോലെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങള്, പുകവലി, ഇത്തരം ശീലങ്ങളൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകാം. അതുപോലെ വ്യായാമക്കുറവ് ഒരു ജീവിതശൈലി രോഗത്തിന് കാരണമായിട്ട് മാറാം. ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തു വച്ചിരിക്കേണ്ടത്. അപ്പോൾ വ്യായാമക്കുറവ് ജീവിതശൈലി രോഗത്തിന് കാരണമാകാം. അതുപോലെ മാനസിക സമ്മർദ്ദം ഒരു കാരണമാകാം. ഈ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകുന്ന ഉറക്കക്കുറവ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുപോലെ മദ്യപിക്കുക, മയക്കുമരുന്നിന്റെ ഉപയോഗം, പുകവലിക്കുക തുടങ്ങിയ ദുശ്ശീലങ്ങളെല്ലാം ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കണം. തൊണ്ടമുള്ളെന്ന് പറയുന്നത് ബാക്ടീരിയ പരത്തുന്ന ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഡിഫ്തീരിയ, അതാണ് തൊണ്ടമുള്ളിന്റെ മറ്റൊരു പേര്. ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളെന്ന് പറയുന്നത് ബാക്ടീരിയ പരത്തുന്ന അസുഖമാണ്. ഓക്കെ ആണോ? അപ്പോ ഇതാണ് ജീവിതശൈലി രോഗം അല്ലാത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് വേണമെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ പറയുന്നുണ്ട്. ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ്, ഹൃദയാഘാതം ഒരു ജീവിതശൈലി രോഗമാണ്, അതുപോലെ അമിത രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലി രോഗമാണ്. പിന്നെ നമുക്ക് പറയാം പ്രമേഹം ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. അതുപോലെ അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ധമനി ഭിത്തികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥ, അതിരോസ്ക്ലിറോസിസ് ഒരു ജീവിതശൈലി രോഗമാണ്. അതുപോലെ അമിതമായ തടി, പൊണ്ണത്തടി എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ക്യാൻസർ ഒരു ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സന്ധിവാതം എന്ന് പറയുന്ന അസുഖം ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ്. ഇങ്ങനെ ഒരുപാട് അസുഖം ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്. ഫാറ്റി ലിവർ ഉണ്ട്, അതുപോലെ ഹൃദയാഘാതമുണ്ട്, അമിത രക്തസമ്മർദ്ദമുണ്ട്, ആർത്രൈറ്റിസ് നമുക്ക് പറയാം, അതുപോലെ നമുക്ക് ക്യാൻസറിനെ പറയാം, അതുപോലെ അതിരോസ്ക്ലിറോസിസ് പറയാം, പൊണ്ണത്തടി നമുക്ക് പറയാം, അതുപോലെ നമുക്ക് പ്രമേഹം. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ഏതാണ്? പരിരക്ഷ, വി മിഷൻ, വിവാ കേരളം, അതുപോലെ ആരോഗ്യ കേരളം. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ഏതാണ്? ഇവിടെ ഓർക്കേണ്ടത്, ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വിവാ കേരളം എന്നാണ്. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്, അതാണ് വിവ എന്ന വാക്കിന്റെ ഫുൾ ഫോം. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും വനിതകൾക്കും അനീമിയ വരാതിരിക്കാനായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ്. എങ്ങനെ? 15നും 59 വയസ്സിനും ഇടയ്ക്കുള്ള നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള എന്തിനെതിരെയുള്ള അനീമിയക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് വിവാ കേരളം പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് അയൺ ടാബ്ലറ്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിനെ നമുക്ക് WIFS എന്ന് പറയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ SCRT-ക്കകത്തുണ്ട്. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നാണ് അതിന് പറയുന്ന പേര്. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ, അതാണ് WIFS എന്ന് പറയുന്ന പദ്ധതിയുടെ ഫുൾ ഫോം. ക്ലിയർ ആണല്ലോ? അപ്പൊ വിവാ കേരളം എന്ന് പറയുന്നത് 15 മുതൽ 59 വയസ്സിനിടയ്ക്കുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരിൽ അനീമിയ എന്ന അസുഖത്തെ തുടച്ചു നീക്കാനുള്ള പദ്ധതിയാണെങ്കിൽ
കുട്ടികൾക്ക് അയൺ ടാബ്ലറ്റ് കൊടുക്കുന്ന പദ്ധതിയാണ് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഫോളിക് ആസിഡിന്റെ അപര്യാപ്തത ജനങ്ങളിൽ ഇല്ലാതിരിക്കാനായി ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മറ്റു അതുപോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൃത്രിമമായ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫോളിക് ആസിഡ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചേർക്കുന്ന പ്രക്രിയക്ക് നമുക്ക് വിളിക്കാവുന്ന പേര് ഫോളിക് ആസിഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കാം. പൊതുജനാരോഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഗോതമ്പ് പൊടി, അരിപ്പൊടി പോലുള്ള പൊടികളിൽ കൃത്രിമമായ ഫോളിക് ആസിഡ് ചേർത്ത് നമുക്ക് തരുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു തരുന്ന ഒരു രീതിക്ക് നമുക്ക് പറയുന്ന പേര് ഫോളിക് ആസിഡ് ഫോർട്ടിഫിക്കേഷൻ എന്നാണ്. നമ്മൾ പോലും അറിയാതെ നമുക്ക് ഫോളിക് ആസിഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മുടെ മനസ്സിലാക്കാനായിട്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. അടുത്തടുത്ത സെക്ഷനിൽ ഇതുപോലത്തെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള പരീക്ഷകൾക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ, നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്ന NCA നോട്ടിഫിക്കേഷന്, അതല്ലെങ്കിൽ SC/ST പരീക്ഷകൾ, അതങ്ങനത്തെ കുഞ്ഞു പരീക്ഷ 1-2 വാക്കൻസിയൊക്കെയുള്ള പല പരീക്ഷകളുണ്ട്. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ശ്രദ്ധിക്കാറില്ല. അത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.